എല്ലാ ആളുകൾക്കും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യാത്ത ആളുകൾക്ക് അവരുടെ വെയിറ്റ് ലോസ് കുറച്ച് എഫക്റ്റീവ് ആക്കാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്പർ 1, മൂവ്. ദിവസവും 10,000 സ്റ്റെപ്പെങ്കിലും നടക്കുക. ഇത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് കരുതും. എന്നാൽ നിങ്ങൾ നടക്കാൻ തീരുമാനിച്ചാൽ സിമ്പിളായി കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ് 10,000 സ്റ്റെപ്പ്. ഇത് നിങ്ങളുടെ ശരീരത്തിലെ 300 മുതൽ 400 കാലറീനെ സിമ്പിളായി ബേൺ ചെയ്യാൻ സഹായിക്കുന്നതാണ്. സെക്കൻഡ് 1, സ്ലീപ്പ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഉറക്കം വളരെ പ്രധാനമാണ്. ദിവസവും 8 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക. ഇത് ബോഡിനെ റിലാക്സ് ചെയ്യിക്കാനും റീഫ്രഷ് ചെയ്യിക്കാനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. തേർഡ് 1, സ്റ്റേ ഹൈഡ്രേറ്റ്. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ബോഡിക്ക് വളരെ അത്യാവശ്യമായ ഒന്നാണ് വാട്ടർ. ഇത് ബോഡിനെ ക്ലീൻ ചെയ്യാനും അതുകൂടാതെ റീഫ്രഷ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നു. അതുകൂടാതെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫുൾഫിൽനെസ് ലഭിക്കാൻ വാട്ടർ ഇൻടേക്ക് വളരെയധികം സഹായകരമാണ്. ഫോർത്ത് 1, അവോയ്ഡ് ജങ്ക് ഫുഡ്സ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാവർക്കും. നിങ്ങൾ സ്ഥിരമായി ജങ്ക് ഫുഡ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോപ്പറായി നടക്കത്തില്ല. അതിനാൽ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലത്തേക്ക് അത് ക്രമീകരിക്കുക. എന്നാൽ മാത്രമേ നല്ല വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക.